ഹലോ ഗൈസ്, ഫുഡ് ഫൺ ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിലോട്ട് പോവാം കേട്ടോ. അപ്പൊ നമ്മള് 8 മണി തൊട്ടാണ് അവിടെ സ്റ്റാർട്ടിങ്. അപ്പൊ ഇപ്പൊ സമയം 8:08. നമ്മളിപ്പോ റെഡിയായി ഇറങ്ങി. ഇനിയിപ്പോ നമ്മള് ആ പാർക്കിങ്ങിന്റെ അവിടെ പോയി വണ്ടി ഇട്ടിട്ട് ബസ്സിനാണോ കയറണ്ടേന്ന് അറിയത്തില്ല. ഇന്നലെ രാത്രി നമ്മൾ അങ്ങനെയാ പോയത്. അപ്പം നമുക്ക് പാർക്കിങ്ങിന്റെ അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാന്ന് വെച്ചാ. നമ്മള് ടിക്കറ്റ് ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തു. അപ്പം അതിന്റെ QR കോഡൊക്കെ നമുക്ക് 380 സംതിങ് ഒരാൾക്ക്. അത് അവിടത്തെ മുകളിൽ എന്തോ വ്യൂവിംഗ് ഗാലറി ഉണ്ട്, അത് കാണാനോട് വേണ്ടിട്ടാ 380. ഇതാട്ടോ നമ്മൾ ഇന്നലെ നിന്ന ആ ഹോട്ടല്. ഇത് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഇവിടെ ആട്ടോ. ഇത് സീനിക് യൂണിറ്റി സീനിക് എന്ന് പറഞ്ഞിട്ട്. ഇത് സീനിക് യൂണിറ്റി. റെയിൽവേ ട്രാക്കും പിന്നെ അതിന്റെ താഴത്ത് എന്തോ വെള്ളം പോവാനായിട്ടൊക്കെ എന്തോ സംഭവം. എനിക്ക് തോന്നുന്നു റിവർ ആണോ താഴത്തൂടെ എന്ന് അറിയത്തില്ല. അല്ലെ നമ്മൾ ആ റൂമിൽ നിന്ന് കണ്ട റിവർ ഉണ്ട് കേട്ടോ ഈ പാലത്തിന്റെ താഴത്ത്. മലയാട്ടോ. നമുക്ക് അതിന്റെ ടിക്കറ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാം കേട്ടോ. അവരുടെ സൈറ്റിൽ കയറിയാൽ മതി. അതിലും 3 ഓപ്ഷൻ 3 ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് വില കൂടുതൽ. അത് നമ്മുടെ എക്സ്പ്രസ് ആയിട്ട് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്കല്ലാതെ തന്നെ പോകാൻ പറ്റും. പിന്നെ നമ്മൾ ആ വ്യൂയിങ് ഗാലറി കയറാനുള്ള അതിന് 300 സംതിങ് ആയിരുന്നു. 3 പേർക്ക് ബുക്ക് ചെയ്തപ്പോൾ 1270 അങ്ങനെ എന്തോ റേഞ്ചിലാണ് വന്നത്. പിന്നെ ഈ സ്റ്റാച്യുവിന്റെ അടുത്ത് വരെ അല്ല, സ്റ്റാച്യുവിൽ കയറാൻ മാത്രം അതിലും കുറഞ്ഞ ഒരു ടിക്കറ്റും കൂടെ ഉണ്ട്. അതെനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഈ വ്യൂയിങ് ഗാലറി. പക്ഷെ നിങ്ങൾ വരുവാണെങ്കിൽ വ്യൂയിങ് ഗാലറിയിലൂടെ കയറുന്നതാണ് നല്ലത്. കാരണം അതിന്റെ അകത്തൂടെ നമുക്ക് മണ്ടേ വരെ കയറാൻ പറ്റും. അതുകൂടെ കയറുന്നതാണ് നല്ലത്. എന്തായാലും നമ്മളിവിടെ വരെ വരുന്നതല്ലേ. അങ്ങനെ പിന്നെ രാത്രിയിൽ വരുവാണെങ്കിൽ ലൈറ്റ് ഷോ കാണാൻ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ലൈറ്റ് ഷോ കാണാനാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വരിക. ഇന്നലെ ഞങ്ങൾ വന്നതിൻ്റെ തൊട്ട് അവിടുന്ന് ബസ് കിട്ടും. ബസ്സും ഫ്രീ ആണ്. അപ്പം കയറുക, നേരെ പോയാൽ അവരാ കാണാൻ പറ്റുന്ന പോയിന്റിൽ കൊണ്ടിറക്കും. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ തിരിച്ചും ബസ്സുണ്ട്. തിരിച്ചും ബസ്സുണ്ട്. തിരിച്ച് എപ്പോഴും ബസ്സുണ്ട്. മാറിയും തിരിഞ്ഞ് എപ്പോഴും ബസ്സുണ്ട്. ഇവിടെ കണ്ടോ റൗണ്ട് അബൌട്ടിൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം, ഇന്ത്യയുടെ മാപ്പ്. രസമുണ്ട് കേട്ടോ ഇവിടൊക്കെ. ഇന്നലെ ഇവിടെ ഒരു നർമ്മദാ ദേവിയുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചു നോക്കാം. ഇപ്പൊ നമ്മള് പാർക്കിങ്ങിന്റെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു കേട്ടോ. ഇവിടെ കണ്ടോ കുറച്ച്. ഇന്നലെ ഞാനൊരു പിങ്ക് ഓട്ടോകൾ കാണിച്ചില്ലേ. എനിക്ക് തോന്നുന്നു അത് ഇവിടെ എന്താ പെണ്ണുങ്ങള് ഓടിക്കുന്ന ഓട്ടോകളാണ് തോന്നുന്നു. ഒരുപാടുണ്ട് ഇത് കേട്ടോ. കൊറേ ഉണ്ട്. പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ അതിന്റെ അകത്ത് ഇരിക്കുന്ന കണ്ടോ. ഇവരാണ് ആ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ. ഞാൻ വിചാരിച്ച ഇന്നലെ അവര് നമ്മളെ ആ റോഡിലോട്ട് ചെന്നപ്പോ തിരിച്ചു വിട്ട് പാർക്കിങ്ങിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നു. ഇന്നിപ്പം അതിന് ലേറ്റ് ആയോണം. ഇന്നിപ്പം നമ്മളെ കയറ്റി വിടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അങ്ങനല്ല കേട്ടോ. ഇപ്പോഴും അവര് തിരിച്ചു വിട്ടു. നമ്മള് ഇവിടെ വന്ന് ബസ്സിന് വേണം അങ്ങോട്ട് പോകാൻ. അല്ലാതെ നമ്മുടെ പ്രൈവറ്റ് ബസ് കാറൊന്നും അങ്ങോട്ടേക്ക് കടത്തി വിടത്തില്ല. പിന്നെ ഞാനാണെങ്കിലേ ഇന്നലെ അവിടുത്തെ ആ ഹോട്ടലിൽ ചോദിച്ചവൻ പറഞ്ഞ എന്തോ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഗവൺമെന്റ് ഒഫീഷ്യൽസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്ക്. അപ്പൊ ഇന്നലെ നമ്മള് വന്നപ്പോ കൊറേ വണ്ടികളെയൊക്കെ അവരിങ്ങനെ അകത്ത് കയറ്റി വിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ചിലപ്പം എന്തെങ്കിലും ഗവൺമെന്റ് ഐഡിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരെ ആയിരിക്കും. ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അപ്പൊ നമ്മൾ 50 രൂപയാ പാർക്കിംഗ്. ഇന്നലെ രാത്രി പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു ടൈം വരെ ആയിരിക്കും. അപ്പം പാർക്കിംഗ് 50 രൂപയാ. ഇനിയിപ്പോ നമ്മൾ പാർക്കിങ്ങിന്റെ ഉള്ളിലേക്ക് പോകുക. ഇവിടെ പിന്നെ എല്ലാത്തിനും നല്ല പൈസ ഉണ്ട് കേട്ടോ. നമ്മള് കാരണം ഇന്നലെ നമ്മള് റൂം ഒന്നും ബുക്ക് ചെയ്യാണ്ട് വന്നോണ് നമുക്ക് ഇവിടുത്തെ ഹോട്ടൽ എടുക്കേണ്ടി വന്നു. ഇവിടുത്തെ ഹോട്ടലിന് നല്ല റേറ്റാ, ഫുഡിന് നല്ല റേറ്റാ, എല്ലാത്തിനും നല്ല റേറ്റാ. നമ്മൾ കാരണം നമ്മളെ മെയിൻ ഏരിയയിലാണ് ഇന്നലെ റൂം ബുക്ക് ചെയ്യാതെ വന്നത് കാരണം നമുക്ക് പിന്നെ രാത്രി ഒരുപാട് അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട്
നമ്മൾ അവിടെ തന്നെ റൂം എടുത്തു. റൂം നമുക്ക് 3000 രൂപയ്ക്ക് കിട്ടി. അതെന്താ ഭാഗ്യത്തിന് കിട്ടിയത്, അല്ല 5500 ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് റൂം ലാഭത്തിന് കിട്ടി. പിന്നെ നല്ല പൈസ വാങ്ങാൻ പോയപ്പോ മസാല ദോശക്കൊക്കെ അവിടെ 250 രൂപയാ ഒരു മസാല ദോശക്ക്. അപ്പൊ നമ്മളിവിടെ എത്തി, പാർക്കിങ്ങിൽ എത്തി. ഇനിയിപ്പോ ഇറങ്ങണം. ഇങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. നമ്മുടെ ഏക്ദ ക്രൂസിൽ നിന്ന് നമ്മൾ കണ്ടായിരുന്നു അവിടെ ബോട്ടിങ് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സൈക്ലിങ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഡയറക്റ്റ് ബസ്സിൽ കയറിപ്പോകാം. പക്ഷേ ഇവിടെ ടിക്കറ്റിന് തിരക്കൊന്നുമില്ല കേട്ടോ, ഇപ്പം ഫ്രീ ആയിട്ട് കിടക്കുക. ഇവിടെ ഒക്കെ നല്ല രസമാണ് കേട്ടോ. ഇതാ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് കിടക്കുക. ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് നല്ല തിരക്കായിരിക്കും എന്നൊക്കെ കണ്ടാൽ രാവിലെ വന്നത്. ഇവിടെ പക്ഷേ തിരക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട് ഇന്നലെ പോയതിൻ്റെ തൊട്ട് ബസ് കിട്ടുന്നിടത്തേക്ക് പോയി അവിടുന്ന് ബസ് കയറിപ്പോകാം. ഇത് കണ്ടോ, ഇവിടെ ആണെങ്കിൽ ഇത്തരത്തിലൊരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമല്ല ബസ് എവിടെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ, ജെൻസിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ സെപ്പറേറ്റ് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട ആ ബസ് സ്റ്റോപ്പ് തന്നെ കേട്ടോ. അയ്യോ, ഈ സൈഡ് അടച്ചു വെച്ചേക്കെ, ഇനി കറങ്ങി അപ്പുറത്തൂടെ. ഇത് കണ്ടോ, ഇതാ കേട്ടോ ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഇപ്പം ഈ സൈഡിലോട്ട്, ഇപ്പുറത്തെ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് നിന്നേ ഉള്ളു. നമുക്ക് അതിൻ്റെ അകത്ത് സുഖത്തെ ഇരിക്കാം. ഇവിടെ കണ്ടോ ഇങ്ങനത്തെ ഒരു ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് അമൂലിൻ്റെ ഒരു സ്റ്റോറാണ്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഐസ്ക്രീമോ വെള്ളമോ അങ്ങനത്തെ സാധനമൊക്കെ ആയിരിക്കും. ഞങ്ങൾ കയറിയില്ല. അപ്പോഴേ നമ്മൾ ഈ ബസ്സിൻ്റെ അകത്ത് കയറിയാണ്. ഈ ബസ് ഫുള്ളാണ്. അപ്പോൾ ഇപ്പോൾ എടുക്കും. പക്ഷെ നമ്മുടെ കണ്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ അടിച്ചേക്കാം. പക്ഷെ നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. ഇങ്ങനെ കാണിക്കാം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബസ് മാറി കയറിയിട്ട് അതെന്താണെന്ന് അറിയത്തില്ല. അവരവിടെ നിർത്തിയപ്പോൾ ഇത് പുതിയ ബസ് വന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് പോകുന്ന വഴി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാച്യു ഒന്ന് കണ്ടായിരുന്നു, അത് പിന്നെയും പോയി. റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് ആ നർമ്മദാ നദിയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ കാണത്തില്ല, കാട് പോയി മരം നിൽക്കുന്നതാണ്. ഇടയ്ക്ക് കുറച്ച് കാണാൻ പറ്റും. ദൂരെയാണെങ്കിൽ നല്ല മലനിരകളും ഒക്കെ കാണാൻ പറ്റും. ഇതേ നമുക്ക് ഇപ്പം നമ്മുടെ ആ സ്റ്റാച്ചു കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും കേട്ടോ. റൈറ്റ് സൈഡിൽ എന്തുമായിട്ട് താൻ നോക്കിക്കോ. ആ മലയെക്കാട്ടിലും വലിപ്പമുണ്ട് കേട്ടോ ഈ സ്റ്റാച്ചുവിന്. ഇത് ഭയങ്കര വലുതാണ് കേട്ടോ, ഭയങ്കര വലുത്. നമ്മൾ ആ രാത്രി കണ്ടപ്പോൾ ഇത്രയും അറിഞ്ഞില്ല. പകൽ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം അറിയാൻ പറ്റുന്നത്. നമ്മളെ അപ്പോൾ ഈ ബസ്സിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങി കേട്ടോ. ഇന്നലെ നമ്മൾ ആ ലൈറ്റ് ഷോ ഒക്കെ കാണാൻ നിന്നില്ലേ, അവിടെ വന്ന് നമ്മൾ കേട്ടോ. ഇത് കണ്ടോ സ്റ്റാച്യു കണ്ട. അവിടെ വ്യൂയിങ് അതില്ലേ, എന്താ വ്യൂയിങ് ഡെക്കോ അതിന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടെ ആൾക്കാർ നിൽക്കുന്ന നമുക്ക് കാണാം. ആൾക്കാർ നിൽക്കുന്നതല്ല, അതൊരു ഊഹം പോലെ നമുക്ക് കാണാൻ പറ്റും. ചായ മേടിച്ച കേട്ടോ. ചായ ചെറുതാണ്, പക്ഷേ 10 രൂപ ഉള്ളു കേട്ടോ. ഇന്നലെ ഞങ്ങൾ രാത്രി വന്നപ്പം 20 ആയിരുന്നു ഇവിടുത്തെ കട. എനിക്ക് തോന്നുന്നത് ഒരു കൊച്ചു വണ്ടിയിൽ ഇപ്പം വന്നതാണ്. ഞാൻ 10 ദിർഹംസേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഞങ്ങൾ അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെ നമ്മൾ ഇവിടെ നിന്നാണ് ആ ലൈറ്റിങ് കണ്ടത്. ഇവിടെ നിന്ന് ആ പ്രതിമ ശരിക്കും കാണാൻ പറ്റും. അതുകൊണ്ട് അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ലൈറ്റ് ഇട്ട് നല്ല ഭംഗിയായിരുന്നു. എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി
ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ട നമ്മൾ അകത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയായിട്ട് ഇവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നൊരു ഒരു എന്താ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ബോർഡ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ ആ വ്യൂയിങ് ഗാലറിയിലേക്കുള്ള വഴി ഇതാ കേട്ടോ. ഇവിടെ എല്ലാം ഭയങ്കര എന്താ പറഞ്ഞ നല്ല റെഡിയാക്കിയിട്ടേക്കും എന്ന് പറഞ്ഞാൽ ക്ലീനാണ്. പിന്നെ നടക്കേണ്ടവർക്ക് വെയിലടിക്കാതെ നടക്കാൻ കണ്ട് ഇത്തരത്തിൽ ഷെഡൊക്കെ ഇട്ട് അങ്ങനെ കേട്ടോ. വേണ്ട ക്യാമറയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല. ക്യാമറ അങ്ങനെ ക്യാമറ പറ്റത്തില്ല, അങ്ങനെ ഇത്ര രൂപ ക്യാമറയ്ക്ക് വേണം അങ്ങനെയൊന്നും ഇല്ല. ക്യാമറയൊക്കെ കൊണ്ടുകയറാം, ആരും ഒന്നും ചോദിച്ചൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതുണ്ടെന്നേ ഉള്ളൂ. അത് ജസ്റ്റ് അവർ ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മളിങ്ങനെ നോക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാഗോ കൊട, ഇപ്പം ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ അവിടെ വെക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേണ്ടിയ കാര്യമാണല്ലോ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതുണ്ട്, ഇത് രണ്ട് സൈഡിലും മരമൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ട്, ഒരേപോലെ നിൽക്കുന്നല്ല. ഇവിടെ ഒരു ഫൗണ്ടൻ പോലെ, മീൻസ് ഇങ്ങനെ വെള്ളം ചീറ്റുന്ന ഫൗണ്ടൻ അല്ല, ഇങ്ങനെ വെള്ളം ചീറ്റുന്ന ഒരു സംഭവം പോലെ കണ്ടോ, കൊട പോലെ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെയാണ് സ്റ്റാച്യു ഉള്ളത്. പൊക്കത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴേക്കും. കണ്ടോ, ഇങ്ങനെ ഹൈറ്റിൽ കാണും. ഇതാണ് സ്റ്റാച്യു. ഈ നടുക്കൂടെ നേരെ പോയാൽ മതി. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് 10 മണി വരെ ആ ടൈം. ഇപ്പം തന്നെ 9:15 എന്ന് പറഞ്ഞാൽ 8 to 10 എഴുതിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓടി 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 പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ചെല്ലാൻ വേണ്ടിയിട്ടേ. അല്ലെങ്കിൽ ആ ഗാലറി മിസ്സായാൽ നമ്മുടെ അത്രയും പൈസയും പോവും. അതുകൊണ്ട് നമ്മൾ ഓടി പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ അടുത്തെത്താറായി നടന്ന് നടന്ന്. നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. തണുപ്പ് ഇപ്പം വലിയ 9:15 ആയതിൻ്റെ ആ ഒരു വെയിൽ ഉണ്ടെങ്കിലും ഇവിടെ തണലായതുകൊണ്ട് നമ്മളിങ്ങനെ തണുത്ത കാറ്റാകട്ടെ, നല്ല തണുത്ത കാറ്റടിക്കുന്നത്. നമ്മളപ്പോൾ നടന്നു പോകും. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചത്രയും തിരക്കൊന്നും ഇല്ല. നമ്മൾ വിചാരിച്ച ഭയങ്കര ക്യൂ ആയിരിക്കും, ഒത്തിരി രാവിലെ വന്ന് ക്യൂ നിൽക്കേണ്ടി വരുമെന്നൊക്കെ. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിലും തിരക്കില്ല. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളിവിടെ വന്ന് നേരെ ടിക്കറ്റിൻ്റെ QR കോഡൊക്കെ കാണിച്ച് അങ്ങനെ കയറുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഫ്രണ്ടിൽ കണ്ടോ, കുറച്ച് പേരൊക്കെ ഫ്രണ്ടിൽ പോകുന്ന കാണാം. അങ്ങനെ തിരക്കൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ കാണാൻ വരുന്ന ആൾക്കാരുടെയൊക്കെ തിരക്കുള്ളൂ. നമ്മൾ വേഗം നടക്കുന്നതുകൊണ്ടാട്ടെ ഇങ്ങനെ കഥച്ച് സംസാരിക്കുന്നു. കാരണം നമ്മുടെ ടൈം കഴിഞ്ഞ് പോയാൽ ഇനിയിപ്പം നമുക്ക് വ്യൂവിങ് ഗാലറി എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര സ്പീഡിൽ പോകുന്നത്. നമുക്കിപ്പം പൈസ കൊടുക്കാതെ ഇതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിൽ നമുക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. അപ്പോഴേ നമ്മൾ ആ എലിവേറ്ററിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ മറ്റേ ടിക്കറ്റൊക്കെ കാണിച്ച് അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടി തേണ്ട ഇവിടോട്ട് പോവാം. നമ്മളപ്പം ലിഫ്റ്റിൽ കയറി കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, 182 സെൻറ്റിമീറ്റർ. നമ്മളെ അപ്പോൾ ഇതിൻ്റെ ലിഫ്റ്റ് കയറി ഇങ്ങനെ മണ്ടയിലെത്തി കേട്ടോ. ഇവിടെ വ്യൂയിങ് ഡെക്കിലെത്തി നമ്മൾ. ഇതാ കേട്ടോ വ്യൂയിങ് ഡെക്ക്. എന്താ ഇത് നമുക്ക് അങ്ങൂന്നേ കാണാൻ പറ്റും. താഴെ നോക്കുമ്പോൾ തന്നെ നെറ്റ് പോലെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതുവഴി വന്നിട്ട് ഇങ്ങനെ പോകണം. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ, അകത്തെ സ്ട്രക്ചർ. ഇത് കണ്ടോ, അപ്പം അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ഇതേ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ കേട്ടോ. ഇങ്ങനൊരു ജനൽ പോലെ കണ്ടോ,
ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ നട്ട് ബോൾട്ട് ഉപയോഗിച്ച് മുറുക്കി വെച്ചേക്കാം. ഇതായിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ. ആ നർമ്മദ നദി ഫുള്ള് കാണാം. പിന്നെ സർദാർ സരോവർ ഡാം നമുക്ക് അങ്ങ് ദൂരെയായിട്ട് കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, സ്റ്റാച്യുവിൻ്റെ ഏകദേശം നെഞ്ച് ഭാഗത്തായിട്ട് വരും. ഇപ്പം നമ്മൾ കണ്ട ഈ പുറകിൽ കാണുന്ന വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാച്യുവിൻ്റെ നെഞ്ച് ഭാഗത്ത് വരുന്ന ഭാഗം. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ലിഫ്റ്റിൽ കയറിയിട്ട്. ഇത് നർമ്മദ നദിയും അത് കണ്ടോ സർദാർ സരോവർ ഡാം ഇങ്ങനെ ഇതുപോലെ കിടക്കുന്നത്, ഒരു റോഡ് പോലെ ഇരിക്കുന്നത്. ഇവിടെ വെയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അടിക്കുന്നതുകൊണ്ട് നമുക്കത് കിട്ടുന്നില്ല. പിന്നെ ബോട്ട് ജെട്ടി നമ്മൾ വന്ന ഡെസ്റ്റിനേഷൻ എല്ലാം ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഇത് മണ്ടയിൽ വന്നിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടോയ്ലറ്റ് പോകാൻ അകത്തോട്ട് കയറിയത്. അപ്പോൾ ഒരു ചേച്ചിയാണെങ്കിൽ ടോയ്ലറ്റ് തൂക്കുന്ന ചൂല് കയ്യിൽ പിടിച്ചിട്ട് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ട് എന്ന് എടുക്കുന്നു. ഇവിടെ വന്നിട്ട് വളരെ വ്യത്യസ്തമായ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അത്. ഇനിയിപ്പം നമ്മൾ കണ്ടിറങ്ങി കേട്ടോ. നമ്മളിനിയിപ്പം തിരിച്ച് പോകാൻ പോവാം. നോക്കിയില്ല, ഞങ്ങളങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. ഈ സൈഡിൽ നിന്നൊക്കെ കണ്ടു, സൈഡ് ഫുള്ള് ഗ്ലാസ് ആയിട്ടോ. ഈ സൈഡിൽ നിന്ന് നമുക്ക് നോക്കിയാലും നർമ്മദ നദിയാണ് കാണാൻ പറ്റുന്നത് കണ്ടോ. ഞാനിത് ഇത്രയും പൊക്കത്തിൽ പിടിച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എനിക്ക് അന്നത്തെ തേണ്ട ന്യൂസ് പേപ്പർ കട്ടിങ്സോ അങ്ങനെ എന്തൊക്കെയാണ്. എല്ലാം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ് കുറേയും. ഇതിലിപ്പോൾ എല്ലാം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ്. ചലഞ്ച് ഓഫ് എ ന്യൂ നേഷൻ. പിന്നെ കണ്ടോ ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ കുറേ ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വായിച്ച് നോക്കണം. ഞാൻ വായിച്ചില്ല, ഞാൻ ജസ്റ്റ് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഇതാണ് എല്ലാ സൈഡിലും ഉള്ളത്. നമ്മുടെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയില്ലേ, ഇത് ശരിക്കും 2013 കേട്ടോ ഇതിൻ്റെ പണി തുടങ്ങുന്നത്. 2018 ഇത് ഫിനിഷ് ചെയ്യുന്നത്. ഫുള്ള് കഴിയുന്നത് 2018. ഏകദേശം 3000 കോടി മുതൽ മുടക്കിയാണ് ഇത് പണിയുന്നത്. L&T എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ഫൗണ്ടേഷൻ ഏകദേശം 25 മീറ്റർ എങ്ങാണ്ട് ഉണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ മാത്രം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഭൂമിയൊരുക്കത്തിൽ നിന്നും വിൻഡിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ള. ഏകദേശം 180 km/h അടിക്കുന്ന കാറ്റിനെയും 6.5 മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് കേക്കിനെ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഈ പ്രതിമയെ അതിൽ നിന്നൊക്കെ രക്ഷിക്കും. നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരുന്നതിന് മുന്നേ വരെ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ എന്ന് പറഞ്ഞ് ചൈനയിലെ ഒരു പ്രതിമയായിരുന്നു ഏറ്റവും ഹൈറ്റ് കൂടിയ പ്രതിമ സ്റ്റാച്യു. അതിനും 150 മീറ്ററോളം പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്നതോടെ അത് 2ാം സ്ഥാനത്തിലേക്കായി. ഇതിന് ഏകദേശം 183 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. അത്രയും ലോകത്തിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ സ്റ്റാച്യുവാണ് ഇപ്പം നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ കണ്ടോ, ഇത് കണ്ടോ മണ്ടയിൽ ഫോട്ടോകൾ വെച്ചേക്കുന്നത്. അത് വെച്ചേക്കുന്ന ഒരു രീതി കണ്ടോ, അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. August of 1947. ഇത് കണ്ടോ, ഈ കട്ടിങ്ങിലെ ഡേറ്റ് കണ്ടോ, January 26, 1948. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, കാശ്മീർ ടു ബാക്കിയില്ല. ഇങ്ങനത്തെ അന്നത്തെ ആണ് കട്ടിങ്സ് എല്ലാം ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. സർദാർ പട്ടേൽ used tact, diplomacy and firm resolve to liberate Hyderabad. ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ. ആണെങ്കിൽ ഇവിടെ നമ്മൾ എലിവേറ്ററിൽ കയറാൻ നിന്നിടത്തൊക്കെ ക്യൂ ആയി തുടങ്ങി കേട്ടോ. നമ്മൾ വന്നപ്പോൾ ക്യൂ ഒന്നും ഇല്ലായിരുന്നല്ലോ, നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയി. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരു തിയേറ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാമെന്ന് കണ്ട. ഇവിടെ കയറി ഇരുന്ന് കാണണം കേട്ടോ. നമുക്ക് ഇത്തരത്തിൽ തന്നെ ഇവിടെ ബെഞ്ചൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഇത് കാണാം കേട്ടോ.
ഇതാണ് തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഈ ലൈബ്രറി നിങ്ങൾ കണ്ടോ? പക്ഷേ ഇത് ശരിക്കും ലൈബ്രറി അല്ല കേട്ടോ, ഇത് ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുക. ഇവിടെ നമുക്ക് ഫോട്ടോയും ഒക്കെ എടുക്കാം. ഇതിൻ്റെ പണിയുടെ ഒരു ടൈം ലാപ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ പണി നടന്നതിൻ്റെ നമുക്കതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ടൈം ലാപ്സ് കണ്ടോ? നമ്മളപ്പം ടിക്കറ്റ് കാണിച്ചിട്ട് മുകളിലേക്ക് കയറണം കേട്ടോ, എസ്കലേറ്റർ വഴി. കണ്ടോ, നമ്മളങ്ങനെ എസ്കലേറ്റർ കയറി മുകളിലെത്തി. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് കയറിയൊക്കെ നമുക്ക് പോകണം, അല്ലെങ്കിൽ എസ്കലേറ്ററും ഉണ്ട്. നമ്മളപ്പം അത് എസ്കലേറ്റർ കയറി മുകളിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനൊരു പാലം, ഇതെനിക്ക് തോന്നുന്നു ഡാമിൻ്റെ പാലമാണെന്നോ. അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. അപ്പുറത്തേക്ക് ആ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിന്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്തോ അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞൂടാ എന്ത് പാലമാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ അത് ക്ലോസ്ഡ്. ഇവിടെ കണ്ടോ ഡു നോട്ട് ടച്ച് ദ ഹാൻഡ് റെയിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും എസ്കലേറ്റർ കയറി മുകളിൽ നമുക്ക് മണ്ടലോട്ട് പോകാം. ഇവിടെ കുറേ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ കയറി വന്നപ്പോഴേക്കും 2 പേര് വീഴുകയൊക്കെ ചെയ്ത് എസ്കലേറ്ററിൽ നിന്ന്. 2 അമ്മ നമ്മുടെ ആൻറ്റിമാർ ഇച്ചിരി ഏജ് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇവിടെ കയറാനുള്ള പാട് കൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ എസ്കലേറ്റർ ഒരു ഇച്ചിരി സ്പീഡും കൂടെയാണ്. അപ്പം അങ്ങനെ കയറി ശീലമില്ലെങ്കിൽ പെട്ടെന്ന് വീഴുമല്ലോ. വീണ്ടും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം തന്നെ കുറേ സ്റ്റെപ്പ് നമ്മൾ കയറി, എന്ന് വെച്ചാൽ എസ്കലേറ്റർ കയറി പിന്നെ ഇങ്ങനെ കയറി ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകും. ഇതെനിക്ക് തോന്നുന്നു ആ സ്റ്റാച്യൂവിൻ്റെ ആ ഫീറ്റിൻ്റെ ഒക്കെ ആ ഒരു പോർഷൻ്റെ അവിടെ ചെയ്യുമായിരിക്കും ഇത് കയറി കഴിഞ്ഞാൽ. കണ്ടോ നമ്മളപ്പം ഇവിടെ എത്തി കേട്ടോ. ഇത് ഈ സ്റ്റാച്യൂവിൻ്റെ കാലാണ്, ഇത് ചെരുപ്പ് കണ്ടോ, നോക്ക്. ഇങ്ങനെയാണ് നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ വരുന്നത് കേട്ടോ. നമ്മൾ ആക്ച്വലി നിൽക്കുമ്പോൾ നമുക്ക് ചെരുപ്പിൻ്റെ ആ ഒരു ഹീലിൻ്റെ പകുതി ഹൈറ്റേ നമുക്ക് വരുന്നുള്ളൂ. ഇവിടെയൊക്കെ കണ്ടോ ഡോറുണ്ട് കണ്ടോ. ഇതിങ്ങനെ തുറന്ന് ഇവർക്ക് ഇവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ എന്തെങ്കിലും കയറാനൊക്കെ പറ്റിയ കുറച്ച് 2 ഡോറുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മുടെ ഡാം, സർദാർ സരോവർ ഡാം, നർമ്മദ റിവറാണ് വ്യൂ വന്നിരിക്കുന്നത്. കണ്ടോ നല്ല കാറ്റൊക്കെയാണ് കേട്ടോ. കണ്ടോ ഇത് സ്റ്റാച്യൂവിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മളിങ്ങനെ കയറി ആ മുകളിലത്തെ വിൻഡോ പോലെ കാണാം അവിടെ. അത് ക്ലിയർ ആയിട്ട് കാണത്തില്ല. അവിടെയാണ് നമ്മൾ മുകളിൽ കയറി നിന്ന സ്ഥലം. കണ്ടോ ഇതാണ് റിവർ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഞങ്ങളെ അപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴത്ത് നിൽക്കും. അപ്പം നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. എത്ര നേരം വേണമെന്നാ നിൽക്കാം. കാണിച്ചു തരാം. ഇത് നമുക്ക് ഇവിടെ താഴെയൊക്കെ നിന്ന് നോക്കിയാൽ എന്താണെന്ന് പോലും മനസ്സിലാകത്തില്ല കേട്ടോ. അതേപോലെ നമ്മൾ കുറേ നേരമൊക്കെ ഇവിടെ നിന്ന് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് താഴോട്ട് പോവാം. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ താഴത്തേക്ക് പോകുക. നമ്മളപ്പം എസ്കലേറ്റർ കയറി തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുവാണേ.
നമ്മൾ കയറി വന്ന സെയിം വഴി തന്നെയാണ്. കുറേ എസ്കലേറ്റർ കയറി നമ്മളിങ്ങോട്ട് വന്ന സെയിം വഴി തന്നെയാണ് താഴത്തേക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ എല്ലായിടത്തും സെക്യൂരിറ്റീസും അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ ഒന്നും വരത്തില്ല. കണ്ടോ, നർമ്മദ റിവറാണ് നമ്മളെ സൈഡിൽ കാണുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് റിവർ കാണാൻ പറ്റുന്ന ഒരു വ്യൂവിലാണ് സ്റ്റാച്ചു ഇരിക്കുന്നത്. സ്റ്റാച്ചു കുറച്ച് റിവറിലേക്ക് ഇച്ചിരി നീങ്ങിയാണ് സ്റ്റാച്ചു ഇരിക്കുന്നത് തന്നെ. നമ്മളപ്പോൾ ഏകദേശം താഴത്തെത്തി കേട്ടോ. ഇനി നമുക്ക് ഒരു എസ്കലേറ്ററും കൂടെ കയറാനുള്ളൂ. കണ്ടോ, ആ പ്രതിമയുടെ ആ ഒരു ബേസിൻ്റെ ആ ഒരു അവിടെ നിന്ന് നമ്മളിങ്ങനെ താഴത്തെത്തി. നമ്മളതേ അപ്പം താഴത്തെത്തി കേട്ടോ, സ്റ്റാച്ചുവിൻ്റെ താഴത്തെത്തി. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ താഴത്തൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്കിവിടെ ഇരിക്കാം. ഇവിടെ കുറേ ഡ്രസ്സൊക്കെ ചെയ്ത് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവരൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കണ്ടോ, ഓരോ ഈ സ്റ്റേറ്റിൻ്റെ ഇതൊക്കെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളപ്പം പുറത്തിറങ്ങി കേട്ടോ, സ്റ്റാച്ചുവിൻ്റെ പുറത്ത്. നമ്മൾ രാവിലെ അങ്ങോട്ട് പോയ വഴി എത്തി. ഇനിയിപ്പം നമ്മൾ നടന്നു വന്ന വഴി തന്നെ എക്സിറ്റ് അങ്ങോട്ടാണ്. നമ്മൾ വന്നപ്പോൾ കണ്ട ഫൗണ്ടനൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം ഒന്നുകൂടെ തിരക്കായി കേട്ടോ. ഒത്തിരി സ്കൂൾ കുട്ടികളും എല്ലാം വന്നു. ഇപ്പം ടൂർ എന്തോന്നു ഒത്തിരി. അതുപോലെ ആൾക്കാരും കുറച്ച് കൂടുതലാണ്. നമ്മൾ ആ സമയത്ത് വന്നത് നന്നായി. നമ്മൾ വന്നപ്പോൾ തിരക്കൊന്നും ഇല്ല. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ക്യൂ ഒക്കെ കുറച്ചുണ്ട്. ഇതിപ്പോൾ നമുക്ക് നേരെ നമ്മൾ ചെല്ലുക, നമ്മുടെ QR കോഡ് കാണിക്കുക, ഇറങ്ങുക, അങ്ങനെയായിരുന്നു. എല്ലാം നമുക്ക് പെട്ടെന്നെല്ലാം കഴിഞ്ഞു. അകത്ത് കയറാനും ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ആൾക്കാരൊക്കെ ഒത്തിരി വരുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ ഇവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. ഈ വഴിയൊന്നും ആരും ഇല്ലായിരുന്നു നമ്മൾ വന്നപ്പോൾ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. പിന്നെ കണ്ടോ, ഇവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഓരോ ഭാഷയിൽ 1 ഇന്ത്യ. അത് അടുത്ത് പോയി ഞാൻ കാണിക്കാം. 1 ഇന്ത്യ, ഗ്രേറ്റ് ഇന്ത്യ, ഒരൊറ്റ ഭാരതം, ശ്രേഷ്ഠ ഭാരതം. കണ്ടോ, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. അങ്ങനെ എല്ലാ ലാംഗ്വേജിലും എഴുതിയിരിക്കുക കേട്ടോ. കണ്ടോ, ഇപ്പുറത്ത് കണ്ടോ, കന്നഡ, തമിഴ്, ഹിന്ദി, മറാഠി, ഗുജറാത്തി, അങ്ങനെ എല്ലാ ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മൾ വന്നപ്പോൾ കണ്ടതാട്ടോ, ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റപ്പ്, വാട്ടർഫോളൊക്കെ വെച്ചിട്ട്. കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. നമ്മൾ വന്നപ്പോൾ ഇവിടെ വെയിലൊന്നുമില്ലായിരുന്നു. എന്നാലും ആൾക്കാർ 2 പേരൊക്കെ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിക്കാൻ നല്ല തിരക്കായിട്ടുണ്ട്. ആൾക്കാരെല്ലാവരും വന്ന് ഈ ഒരു സമയം എനിക്കൊന്ന് നല്ല തിരക്കുള്ള സമയമായിരിക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പം 8 മണിക്ക് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഒട്ടും തിരക്കില്ലാതെ നമുക്ക് കയറിപ്പോകാം. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ടൈമിൽ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരക്കില്ലാതെ പോയി കണ്ട് തിരിച്ചിറങ്ങി വരാം. ോ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചുമ്മാ ജസ്റ്റ് വില ചോദിച്ചു നോക്കാം. 350 ഇതിന് 200. ഇതിന് 350, ഇതിന് 200. 350, 200. നമ്മളപ്പം ചോളവും വാങ്ങി കടലയും വാങ്ങി കേട്ടോ. 30 വെച്ചിട്ടാണ് ഓരോന്നിനും 30 വെച്ചിട്ട്. പിന്നെ ഇവിടെ മറ്റേതൊക്കെ ഉണ്ട്, പേരയ്ക്ക, മാങ്ങ, വാട്ടർ മെലണൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പം ചോളവും കടലയൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ബസ് കയറാൻ പോവുക. അപ്പോൾ ഈ വേസ്റ്റ് കളഞ്ഞിട്ട് വേണം നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ബസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ ബസ് നിർത്തിയിടും. അപ്പോൾ നമ്മൾ
ഓരോ ആള് ഫില്ല് ചെയ്യുന്ന അനുസരിച്ച് കുറേ ബസ് വരും. അപ്പം നമ്മളിങ്ങനെ അവിടെ നിന്ന് ബസ്സിൽ കയറാൻ പറ്റും. ഇതാണ് നമ്മൾ പോയപ്പോൾ കണ്ട ഷോപ്പൊക്കെയാണ്. ഐസ്ക്രീം ഷോപ്പ്, പിന്നെ ചായക്കടയുണ്ട്, അങ്ങനെ ഒത്തിരി കടകളുണ്ട് കേട്ടോ ഇവിടെ. പോപ്കോൺ കഴിക്കുന്ന കട, അങ്ങനെയൊക്കെ. നമുക്ക് ഈ വേസ്റ്റ് ഒന്ന് കളയാനുണ്ട്. നമ്മൾ അവിടുന്ന് മേടിക്കണ, നമ്മളന്ന് മേടിച്ച സെയിം അരി തന്നെ. നമ്മളപ്പം ഒരു വെജ് പുലാവ് പറഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ വിലയൊക്കെ എഴുതി നോക്കി വെച്ചിട്ടുണ്ട്. പഫ്സ്, പിന്നെ ഗുജറാത്തി താലി, അങ്ങനെ ഒത്തിരി. ഇഡ്ഡലി സാമ്പാർ നമ്മൾ ചോദിച്ചു, പക്ഷേ ഇഡ്ഡലി സാമ്പാർ കിട്ടിയില്ല കേട്ടോ ഇവിടെ നിന്ന്. കണ്ടോ, ഇതാണ് നമ്മൾ മേടിച്ച വെജ് പുലാവ് കേട്ടോ. ഇതിനകത്ത് വെജിറ്റബിൾസും ഇതൊക്കെ ഇട്ടിരിക്കണത്. നല്ല എരിവുണ്ട് കേട്ടോ. നമ്മളപ്പോൾ വെജ് പുലാവ് കഴിച്ചു. ഇനി നമ്മൾ ബസ് കയറാൻ പോവാട്ടോ. ബസ്സൊക്കെ ഓൾറെഡി വന്ന് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അത് പോകുക. അടുത്ത ബസ് വന്നു. നമുക്കപ്പം ആ ബസ് പോയി. ഇത് അടുത്ത ബസ് വന്നിട്ടുണ്ട്, നമുക്ക് കയറാം. ബസ് വന്ന് കേട്ടോ നമുക്ക് പോവാനായിട്ട്. നമ്മളപ്പോൾ ബസ്സിൽ കയറാൻ പോകും. ഈ ബസ്സിന് പാർക്കിങ്ങിലേക്കാണ് നമ്മൾ കൊണ്ടുപോകണത്. ഇവിടെ ഇങ്ങനെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ. നമ്മൾ വന്ന വഴി അല്ലാണ്ട് തോന്നിട്ട് ഇവിടെ പോകുന്നത്. ഇവിടെ ആരൊക്കെയോ കുറേ പേര് ഭയങ്കര ബഹളമാണ്. പറയാനെടുക്കുക കയറിയപ്പോൾ ബഹളമാണ്. നമ്മളപ്പം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ബസ്സാണെങ്കിൽ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ അവിടെയൊക്കെ പോയി ആൾക്കാരെ അവിടെ ഇറക്കി അങ്ങനെ തിരിച്ച് കറങ്ങിയാണ് പോകുന്നത്. എനിക്കൊന്ന് രാവിലെ അതൊന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നായിരിക്കത്തില്ല, അതായിരിക്കും ഡയറക്റ്റ് അങ്ങ് പോയത്. രാത്രിയിലും ഇത് തന്നെ, ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും പോകത്തില്ല, ഡയറക്റ്റ് സ്റ്റാച്യൂവിൻ്റെ അടുത്തോട്ടേ പോകത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആ പാലത്തിലേക്ക് കയറാൻ പോവാം. ഇവിടെ ഗ്ലാസ്സൊന്നും അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ബസ്സിൻ്റെ ഗ്ലാസ്സാണ്, അതിലഴുക്ക് കാണത്തോണ്ട് നമ്മുടെ ആ ബോട്ടിങ് ഇല്ല, അതുകൊണ്ട് ബോട്ടിങ് വേണ്ടി വരുന്നു. ഏകത ക്രൂയിസ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ബുക്ക് ചെയ്യണം, പക്ഷെ അതെങ്ങനെയാണെന്ന് ഞാൻ നോക്കിയില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. അതിൻ്റെ ആ ഒരു ബോട്ടാണ് ഈ വരുന്നത്. ഇതിൻ്റെ പേര് പോഹ എന്നാണ് കേട്ടോ. അപ്പം നമ്മളൊരു പോഹയും കൂടെ വാങ്ങി. കണ്ടന്റ് നോക്കിയാണ് പോഹ.